അമേരിക്കയുടെ എല്ലാവിധ ഉപരോധങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് 7 മിനിറ്റ് കൊണ്ട് അമേരിക്കൻ താവളങ്ങളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അവകാശവാദമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഉപരോധങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണികളോ ഞങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയും ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാനറിയാം ഇതൊന്നും വലിയ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകൂല എന്നുള്ളത്. അമേരിക്കയുടെ ഒരു കുതന്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഉടലെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ധാരണയാണ് ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത്. അമേരിക്ക ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അബ്രഹാം ലിങ്കൻ ആണെങ്കിലും ജെറാൾഡ് ആണെങ്കിലും ബാക്കിയുള്ള 17ഓളം യുദ്ധക്കപ്പലുകളാണെങ്കിലും അവിടെയൊന്നും അത്ര കണ്ട് മനോവീര്യമില്ലാത്തതുകൊണ്ട് എങ്ങനെ ഇവർ പ്രതികരിച്ചാൽ എന്താകും എന്നുള്ള ഒരു ആശങ്കയിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ തിരിച്ചൊരു മറുപടിയായിട്ടാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് 17 മിനിറ്റിൻ്റെ ഉള്ളിൽ ബാലിസ്റ്റിക് മിസൈൽ ഇവിടുന്ന് തൊടുത്തു വിട്ടാൽ അമേരിക്കൻ താവളങ്ങൾ എവിടേക്കുണ്ടോ അവിടെയൊക്കെ ഹിറ്റ് ചെയ്യാൻ ടാർഗറ്റ് കംപ്ലീറ്റ് സക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പരീക്ഷണം ഇപ്പോൾ ഇന്ന് നടത്തിയെന്ന് പറയുന്നു, ഇന്നലെ നടത്തിയെന്നാണ് ചില മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ കാര്യം അവിടെ നടന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളെ പോലും പിടിച്ചുലക്കാൻ പറ്റുന്ന ആയുധങ്ങളെ ഇറാൻ്റെ പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പുതിയൊരു പരീക്ഷണം നടത്തി നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, ഞങ്ങൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ്, നിങ്ങൾ അത് കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല എന്ന് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാനായിരിക്കാം ബാലിസ്റ്റിക് മിസൈൽ, അതും 7 മിനിറ്റിൻ്റെ ഉള്ളിൽ അമേരിക്കയുടെ എവിടെയൊക്കെ ഉള്ളതുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി തീഗോളമാക്കാൻ പറ്റുന്ന ഒരു വലിയ ബാലിസ്റ്റിക് മിസൈലിന് രൂപം കൊടുക്കുകയും അത് മികച്ച രൂപത്തിൽ പരീക്ഷണം നടത്തി വിജയിപ്പിക്കുകയും ലോകത്തിന് മുമ്പിൽ ഇറാൻ തന്നെ പറയുകയും ചെയ്തു. ഇറാൻ്റെ കോട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇവിടെയുള്ള ഉപരോധങ്ങളോ അമേരിക്കയുടെ ഭീഷണികളോ ഒന്നും ഞങ്ങൾക്ക് വില പോവില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ലോകം ഇറാനെ പേടിക്കുന്നതും ഇറാനിലേക്ക് ഇത്രയും സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്ന അമേരിക്കയും പേടിക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ രക്തം കുടിച്ചവരാണ്. പാവപ്പെട്ട രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എല്ലാം അടിച്ചമർത്തുകയും ആ രാജ്യത്തിൻ്റെ എല്ലാവിധ സമ്പന്നതയും അവർ ഊറ്റിക്കുടിക്കുകയും ചെയ്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ ലോകത്ത് അത് അമേരിക്കയാണ്. രണ്ടാമത് അതിൻ്റെ പിന്നാലെ ഇസ്രായേലുമാണ്. ഈ 2 കക്ഷികളുമാണ് ഇപ്പം അന്തം വിട്ട് നിൽക്കുന്നത്. എങ്ങനെ തുടങ്ങണം, തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിൽക്കുമോ, അല്ല ഇത് കാലാകാലങ്ങളായി അങ്ങ് മുന്നോട്ട് പോകുമോ, അതോ അല്ല ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനും കത്തിച്ചാമ്പലായി പോകുമോ എന്നൊരു തോന്നലും പേടിയൊക്കെ അമേരിക്കയ്ക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ഒരിക്കലും ഇറാനോട് ഈ മുട്ടാൻ വന്ന ആളുകൾ തിരിച്ചു പോകില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ മുട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇറാൻ്റെ കയ്യിലാകും. ഇറാൻ എങ്ങനെയാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ ലെവലിൽ അമേരിക്കയും ഇസ്രായേലും പോകേണ്ടി വരും എന്നുള്ള ഒരു നല്ലൊരു പേടി ഈ 2 ട്രാക്കുളകൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങാതെ, സൈനിക ഒരു പെരുമാറ്റം തുടങ്ങാതെ, സൈനിക നടപടി തുടങ്ങാതെ കാത്തിരിക്കുന്നത്. നയതന്ത്രപരമായിട്ട് പ്രഹസനമാണെങ്കിൽ പോലും ഇത് ഞങ്ങൾ വന്നു ഇനി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന കാലുപിടിച്ച രീതിക്കുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും വിജയിക്കില്ല എന്നുള്ളത് കൃത്യമായി ലോകത്തിനറിയാം. അതുപോലെ തന്നെ അബ്ബാസ് അരാജ്കിക്കും അറിയാം. ഈ കാര്യമൊന്നും വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലൈഫ് ലോങ് ഒരു ചർച്ചയും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ നടത്തുക, അല്ല തിരിച്ചങ്ങ് പോവുക. ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി ലോകത്തിന് സമ്മാനമായി കാണിക്കുന്ന രൂപത്തിൽ പരീക്ഷണം നടത്തി വിജയിപ്പിച്ചിരിക്കുന്നു. ഇനി ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും ഓരോ ബാലിസ്റ്റിക് മിസൈലും ഈ നെതന്യാഹുവിൻ്റെ ഇടനെഞ്ചിലേക്ക് തുളച്ച് കയറുന്നതാണെന്ന് യാതൊരു സംശയമില്ല. കാരണം ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് കൈവെള്ളയുടെ അത്രയേ ഉള്ളൂ. മറ്റ് ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കാണ് സമാധാനം നഷ്ടപ്പെട്ടിട്ട് 2023 ഒക്ടോബർ 7 മുതൽ സമാധാനമില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ദിവസവും അപകടങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ജൂതൻ്റെ ശരാശരി ജീവിതം. അവിടെയാണ് വീണ്ടും ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. കാത്തിരിക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഓരോ എണ്ണത്തിനനുസരിച്ച് ഓരോ ഞെട്ടൽ ട്രംപ് ഞെട്ടുന്നുണ്ടാവും. എന്താണെങ്കിലും തെറ്റ് ചെയ്ത ആളുകൾ അത് കൃത്യമായി അതിൻ്റെ അനുഭവം അനുഭവിച്ചിട്ട് തിരിച്ചു പോയിട്ടുള്ളൂ എന്നതാണ് ചരിത്രം.
നെതന്യാഹും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.